ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. എന്താ അരുണിന് തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഒരിക്കലും മറക്കണ്ട. വയ്ക്കോ. അരുൺ റൂമിലേക്ക് പോകാൻ. എന്താ ശമ്മ, എന്താടോ വയ്യാത്ത പോലെ? ഞാൻ അശ്വതി ചേച്ചിയെ ശ്രീകുട്ടിയെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ജയേഷിൽ നിന്ന് അശ്വതി ചേച്ചിയെ ശ്രീകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ പോലീസ് പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ വെറുതെ ഇരിക്കില്ല സാർ. ഇപ്പൊ അശ്വതി ചേച്ചിയും മോളും നമ്മുടെ വീട്ടിലല്ലേ, അപ്പൊ ആ ടെൻഷൻ വേണ്ട. അത് ശരിയാ. പക്ഷെ അശ്വതി ചേച്ചിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? മോളും സ്കൂളിൽ പോകുന്നതാ. ജയേഷ് എന്തിനും തയ്യാറായി പുറത്തുണ്ട്. അതാ എനിക്ക് പേടി. ശ്യാമ പറഞ്ഞത് ശരിയാ. ജയേഷിനി അവരെന്തും ചെയ്യാൻ മടിക്കില്ല. പിന്നെ ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊന്നും കാര്യമാക്കണ്ട. അശ്വതി ചേച്ചിയും മോളെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം എങ്ങനെയെങ്കിലും ഐശ്വര്യടുത്തി മണത്തറിയും. ഇതറിഞ്ഞ ഐശ്വര്യടുത്തി വെറുതെ ഇരിക്കൂ? ഓരെങ്കിൽ എന്തിനും ഏതിനും കൂട്ടായിട്ട് ഇപ്പൊ അവരുടെ മമ്മിയുണ്ട്. നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ശരിയാ, ഐശ്വര്യടുത്ത് ഈ വിവരം അറിഞ്ഞ വയലന്റ് ആവും. അതാ, പിന്നെ ആരെങ്ങനെയൊക്കെ എതിർത്താലും നേരെ ഇങ്ങോട്ട് ഓടിക്കേറി വരാൻ ഐശ്വര്യടുത്തി മടിക്കില്ല. നിയമം ഇപ്പോഴും ഐശ്വര്യടുത്തിക്ക് അനുകൂല. നിയമപ്രകാരം അരുണേട്ടന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യടുത്തിയാ. അരുണേട്ടൻ ഐശ്വര്യടുത്തിയെ നിയമപ്രകാരം ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് പോകാത്ത ഭാര്യയും ഭർത്താവിനെയും വീണ്ടും കൂട്ടിച്ചേർക്കാൻ കോടതി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും അത്ര സിമ്പിളായിട്ട് നടക്കില്ല സർ. ഐശ്വര്യടുത്തി അരുണേട്ടന് ഡിവോഴ്സ് കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നും അരുണേട്ടനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി മാനസികമായിട്ട് പീഡിപ്പിക്കാനോ? ഇനി അത് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല ആശങ്കയുണ്ട്. ഈ വീട്ടില് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോവാണെന്ന് മനസ്സ് പറയുന്നു. അത് ശ്യാമയുടെ വെറും ആശങ്കയാ. ഓരോന്ന് ആവശ്യമില്ലാതെ ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണം കൂടെയുള്ളപ്പം പേടിക്കുന്ന എന്തിനല്ലേ? നല്ലത് മാത്രം വരണേന്ന് പ്രാർത്ഥിക്കാം.